അപ്പം പോയിട്ട് എത്ര കാലമായിടാ? അപ്പനെ നിന്നെ ഇഷ്ടമാണോ? നിന്നെ വേണോ? കുഞ്ഞേ, നിന്റെ വീടൊരു തകർച്ചയുടെ വീടാ. നിന്റെ അപ്പനും അമ്മയും കൂടെ പിരിഞ്ഞിട്ട് വർഷം 8 എടാ, നിന്റെ കുടുംബം മുഴുവൻ മുച്ചൂടം മുടിച്ചു കളയാൻ വ്യാപരിച്ച് കയറി വന്നൊരു പൈശാചിക ശക്തിയുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവ് അതിനെ പൊട്ടിച്ചു കളയാൻ വേണ്ടി തുടങ്ങുക. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച്, യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഇവരുടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരാധിപത്യത്തിൻ്റെ ചങ്ങല ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം അതിനെ പൊട്ടിച്ചു കളയും. ഈ കുടുംബം ഇന്ന് രാവിലെ കുഴിയിന്ന് കയറാൻ പോവാ. ഇവർക്ക് എതിരെ കുടിച്ച സകല കുഴികളും ഇന്ന് രാവിലെ ദൈവം മാറ്റിക്കളയാൻ വേണ്ടി തുടങ്ങുക. കുഞ്ഞെ, അവിടെ പേരെന്തുവാ? നീ രക്ഷപ്പെടുന്ന നിന്റെ ജീവിതം മറിഞ്ഞു മാറും. വേണ്ട, കാണിക്കടാ. അറിയാം ഇതൊക്കെ? അമ്മ പറഞ്ഞു കേട്ടില്ലേ? നീ കാണിക്ക, ഞാൻ പറയാം. ഇപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സാധനം എൻ്റെ ഫോണിലില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സാധനം എൻ്റെ ഫോണിലുണ്ടെന്ന്. ഇപ്പം നിനക്ക് മനസ്സിലല്ലേ യേശുവിനെല്ലാം അറിയാം. നിങ്ങൾ കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്. കുഞ്ഞേ, ദൈവത്തിന് പകരം നിന്നോട് 2 കാര്യം ഞാൻ പറയാൻ പോവാ. നിന്റെ പേരിനോട് ഒന്നുകൂടെ പറ. സാഗർ. സാഗറേ, ഞാൻ നിന്നോട് പറയാ, നിന്റെ അമ്മ ഒരു സമയത്ത് കണ്ടതെല്ലാം തകർച്ചയായിരുന്നു. അവരുടെ ജീവിതം തകർച്ചയുടെ അങ്ങേയറ്റത്തെ തകർച്ചയിലേക്ക് ജീവിതം കൂപ്പുകുത്തിയ. നിന്റെ അമ്മ ഞാൻ ആദ്യം കാണുക, നിന്നെ ആദ്യം കാണുക, നിന്റെ പെങ്ങളെ ആദ്യം കാണുക. സത്യമല്ലേ? നമ്മൾ തമ്മിൽ ഇവരെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്നെ ആദ്യമാണ് കാണുന്നത്. എനിക്ക് നിന്നെ അറിയത്തില്ല. പക്ഷെ ഞാൻ നിന്നോട് ഈ വന്ന് പറഞ്ഞ് നിന്റെ കാതിൽ പറഞ്ഞതുമെല്ലാം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾ നിന്റെ കയ്യിലുണ്ട് എന്ന് ദൈവം എന്നോട് പറഞ്ഞ നീ ഇപ്പം സൗഖ്യമാവും. നിന്റെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ ഇറങ്ങിപ്പോകും. ഇവളെ ജീവിക്കാൻ സമ്മതിക്കാത്ത പോലെ ഒരു ഗതികേട് അവിടെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. അതെന്നാ നീ കാതി പറയും. അങ്ങനെ പ്രതിസന്ധിയുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ തമ്പുരാൻ അത് പൊട്ടിച്ചു കളയാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന്. സിസ്റ്ററെ, നമ്മളിപ്പോൾ വാങ്ങിച്ച വീടില്ലേ, അവിടെ നമ്മൾ വീട് വെക്കും. അവിടെ നമ്മൾ താമസിക്കും. കടം വീടും. അവിടെ നമ്മൾ ഗെയിമിന് അഡിക്റ്റാ ഇല്ലയോ? ഭയങ്കര ഗെയിമാ. ഇനി വാ, ഗെയിംകാരൻ. പേര് പറ. ഉദിത്ത്. ഗെയിം കുറയ്ക്കണം. കുറയ്ക്കുമോ? ചുമ്മാ പറയണോ? അല്ല, ഇപ്പം മാറും. ഇവൻ യേശുവിൻ്റെ ആളാവും. ഇവന് പഠിച്ചിട്ടേക്കുന്നില്ല, പഠിക്കാൻ ഇഷ്ടമില്ല. ഇതാണ് ഇവൻ്റെ അവസ്ഥ. കർത്താവിനോട് പറയുക, ഉദിത്ത് പഠിക്കാൻ പോവാ. അവൻ മിടുമിടുക്കനായി മാറാൻ പോവാ. ഇവൻ്റെ മേലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. ഒരു കാര്യം കൂടെ ഞാൻ പറയുക. സാഗറിൻ്റെ അമ്മ എന്നെ കേട്ടോ. ഇവന് ഭയങ്കര ദേഷ്യമില്ലയോ? ഇന്ന് തൊട്ട് അവൻ്റെ ദേഷ്യം മാറും. സാഗർ ആള് മാറും. സാഗർ യേശുവിൻ്റെ ആളാകും. കർത്താവ് സാഗറിനെ തൊടാൻ പോവാ. പരിശുദ്ധാത്മാവിനോട് പറയുക. അങ്ങനെ 2 കാര്യം കൂടെ നടക്കും. ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഇന്ന് സൗഖ്യമാകാൻ പോവാ. ദൈവം നിന്നെ വചനമയച്ച് സൗഖ്യമാക്കും. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുക. ആ വീട്ടിലെ മരണമെന്ന് എഴുതിയേക്കുവാ. ഇവൻ ജീവനോടിരിക്കുന്ന തമ്പുരാൻ്റെ കരുതലാ. മോനെ, നിനക്കെതിരെ പ്രതിസന്ധിയുണ്ട്. കമ്മലുണ്ടായിരുന്നോ? ഇട്ടിട്ടുണ്ടായിരുന്നോ? എന്നാ ഒരു ഉണ്ട്. അമ്മയ്ക്കറിയത്തില്ല, അവനുണ്ട്. എനിക്കറിയാമല്ലോ. കണ്ട, അവൻ യേശുവിൻ്റെ ആളാവും. അവൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. കുഞ്ഞെ, ഇന്ന് നിന്റെ രോഗത്തിൻ്റെ ശക്തി മാറിപ്പോകും. നിനക്ക് സ്ഥിരമായ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അടിമോളെ, വീട്ടിൽ നിന്ന് തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യ ശക്തിയുണ്ട്. അതിന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം വചനമയച്ചത് പൊട്ടിക്കും. നിനക്ക് ശരിക്കും ഈ +2ൻ്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ ഞാനിപ്പോൾ ദൂത് പറയാൻ പോവാം. +2ൻ്റെ റിസൾട്ട് വരുമ്പോൾ നീ പാസ്സാവും. നോക്കെ, പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. പറയോ? പറയും. നിനക്ക് ഉറപ്പില്ല ജയിക്കുവാന്ന്. സത്യം. നീ പാസ്സാവും. കുഞ്ഞെ,
നീ സ്വപ്നം പോലും കാണാത്ത സ്ഥലത്ത് ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ദൈവം കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക, ആവശ്യപ്പെടുക, യേശുവിന് വേണ്ടി ജീവിക്കണം. യേശുവിനെ വിട്ടുപോകല്ല. ജീവിക്കില്ലേ?